ഹായ് എവർ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം, ഡിന്നറായിട്ടും കഴിക്കാം. ഇത് കുട്ടികൾക്കും ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തു വിടാം. നല്ലൊരു ടേസ്റ്റാണ്. ചില കുട്ടികൾ ഈ റേഷൻ കടൻ്റെ അരിൻ്റെ ചോറൊക്കെ കഴിക്കുന്നില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ മതി. വളരെ ഇഷ്ടപ്പെട്ടൊരു വിഭവങ്ങളാണ്. ഇതിലേക്ക് ചിക്കൻ്റെ കറിൻ്റെ കൂടെയോ അല്ല ബീഫ് കറിൻ്റെ കൂടെയോ കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള റേഷൻ കടൻ്റെ അരിയാണ്. ഇത് 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് ആയാലും ഇതൊരു അരക്കിലോൻ്റെ അരക്കിലോവാണ് അരി. ഇത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കണം. ഇത് റേഷൻ കടയിലൊക്കെ കിട്ടുന്നുണ്ട് ആ അരിയാണിത്. അപ്പോൾ ഇവിടെ നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചു. രാത്രിയാണിത് ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുന്നത്. ഇപ്പോൾ രാവിലെ ആയപ്പോൾ ഞാൻ ഒന്നുകൂടി കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രണ്ടാമത് കഴുകിയെടുത്തു. ഇതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തു. പിന്നെ ഇതിലേക്ക് ഞാനൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഈ അരച്ച് വെച്ച മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഒരു ഗ്യാസിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട്. കൂടുതൽ വേവിക്കാൻ പറ്റൂല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ ഇതൊന്ന് കട്ടിയായിട്ട് വരും. ഇതെല്ലാം കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് കയ്യിലേക്ക് എണ്ണ തടഞ്ഞിട്ട് ഞൗണ്ടിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കുഴച്ചതിന് ശേഷം ഒരു ബൗൾസ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഹോൾസ് ഇട്ടിട്ട് കനയില്ലാത്ത പോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ഇതേപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കണം. ഇത് ഞാനൊരു ഇഡ്ഡലി ചെമ്പിൻ്റെ പാത്രത്തിലിട്ട് ആവിയിൽ വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇതൊരു 10-15 മിനിറ്റ് 15-20 മിനിറ്റിനുള്ളിൽ വെന്തിട്ട് റെഡിയായിട്ട് കിട്ടുള്ളൂ. നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കിട്ടുന്നുണ്ട്. നല്ല വെന്തിട്ട് ചിക്കൻ്റെ കറിയുടെ കൂടെയോ അല്ല ബീഫിൻ്റെ കറിയുടെ കൂടെയോ മീൻ കറിയോ നല്ല ഇഷ്ടപ്പെടും. ഇത് കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടും. അപ്പത്തിന് അവിടെ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനൊരു മണ്ണ് ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ ഇതിലേക്ക് 2 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. സവാള നന്നായി വാട്ടി വരുമ്പത്തിന് ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരക പൊടിച്ചത്, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂണ് മല്ലി പൊടിച്ചത് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 പച്ചമുളക്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേന് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തു.
ഇതിന് ഞാൻ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വെച്ചു. അപ്പത്തിന് ഞാനിതിലേക്ക് മസാല റെഡിയാക്കി എടുക്കുകയാണ്. ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു 1/4 ടീസ്പൂൺ സബ്ജീരകമാണ് ഇട്ട് കൊടുത്തത്. ചെറിയ ജീരകമല്ല, സബ്ജീരക. ഈ ബിരിയാണിൻ്റെ മസാലയൊക്കെ അരക്കുന്ന ജീരകമാണിത്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ വെള്ള കസ്കസ്. അപ്പോൾ ഇത് 2 ചേർത്താൽ ചിക്കൻ കറി നല്ല സ്മെല്ലൊക്കെ ഉണ്ടാണ്, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാണ്. പിന്നെ ഇതിലേക്ക് 4 കാശ്മീർ ചില്ലി, പിന്നെ അരമുറി തേങ്ങ. ഇതൊന്ന് റോസ്റ്റാക്കി എടുക്കണം. ഇത് വറുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഞാൻ തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നു. അത് തണുത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പത്തിന് ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊരു അരച്ചത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ അടച്ച് വെച്ചിട്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മല്ലിച്ചപ്പ് വെതിരി കൊടുക്കുന്നുണ്ട്. മല്ലിച്ചപ്പ് എതിർ കൊടുത്തിട്ട് ഇത് അടച്ചിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് തുറന്ന് എടുത്തിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കേണ്ടതാണ്. അപ്പത്തിന് നല്ലൊരു ടേസ്റ്റാണ്. ഇതൊരു കടുമ്പ് ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയും കഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം, അല്ലെങ്കിൽ ഡിന്നറായിട്ടും കഴിക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്.